ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഒരു പുതിയ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി കേക്കാണ്, ഓറഞ്ച് ഫോറസ്റ്റ്. നമ്മളെല്ലാവരും ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇതൊരു പുതിയ കേക്കാണ്. ഇത് കാണാനായിട്ട് നല്ല ഭംഗിയാണ്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റിയായ കേക്കാണ്. ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്നൊന്നും വാങ്ങാൻ കിട്ടില്ല. ഇതൊരു പുതിയ ഡിഷാണ്. ഇത് ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് വളരെ കുറവാണ്. നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡാർക്ക് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇതിന് വേണ്ട. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. മൈദ 1.5 കപ്പ് മൈദയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. ടീസ്പൂണും ടേബിൾ സ്പൂണൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ടീസ്പൂൺ എന്ന് പറയുന്നത് ഒരു ചെറിയ സ്പൂണാണ്, അതിൽ 5 ml മെഷർമെൻ്റാണുള്ളത്. പിന്നെ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് അതിൻ്റെ വലിയ സ്പൂണാണ്, അതിൽ 15 ml മെഷർമെൻ്റാണുള്ളത്. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ അളവിൻ്റെ എല്ലാം അങ്ങോട്ടും തെറ്റിപ്പോവും. ഇത് നമ്മളിവിടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, പിന്നെ ഉപ്പ് ചേർക്കണം. ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർക്കാം. ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമ്മൾ 2-3 പ്രാവശ്യം അരിച്ചെടുക്കണം. എന്നാലാണ് നമ്മൾ ഈ ചേർത്ത പൊടികളെല്ലാം നന്നായി മിക്സായി കിട്ടുള്ളൂ. അതിനുവേണ്ടി ഒരു അരിപ്പയിലോട്ടിട്ട് 3-4 പ്രാവശ്യം അരിച്ചെടുക്കാം. എത്ര അരിച്ചാലും അത്രയും നല്ലതാണ്, കേക്ക് അത്രയും സോഫ്റ്റായിട്ട് വരും. ഞാനിപ്പോൾ ഒരു 4 പ്രാവശ്യം ഇത് അരിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ബട്ടർ മിൽക്കാണ് വേണ്ടത്. ബട്ടർ മിൽക്കിന് ഒരു 3/4 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒന്ന് ഇളക്കി വെക്കാം. സാധാ പാലാണ്, അത് തിളപ്പിച്ചതും ചൂടാക്കിയതൊന്നുമല്ല. സാധാ പാക്കറ്റ് പാൽ ഒരു 3/4 കപ്പ് എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അതിനായി പഞ്ചസാര പൊടിച്ചത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100 ഗ്രാം ബട്ടർ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് ബീറ്റർ വെച്ചിട്ടാണ് ഞാനിവിടെ ബീറ്റ് ചെയ്യുന്നത്. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയിലായാലും ബീറ്റ് ചെയ്തെടുക്കാം. സാധാ പഞ്ചസാര പൊടിച്ചതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ പഞ്ചസാര പൊടിയായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും. ഇപ്പോൾ പഞ്ചസാരപ്പൊടിയും ഈ ബട്ടറും കൂടെ നന്നായി മിക്സായി എടുക്കണം. പഞ്ചസാര എല്ലാം നെയ്യിൽ നന്നായി അലിഞ്ഞ് ചേരണം, അതേപോലെ മിക്സായി എടുക്കണം. മിക്സിയിലാണെങ്കിലും കുറച്ചധികം നേരം ഇട്ടിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട്. നന്നായി മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. 2 മുട്ടയാണ് ഈ കേക്കിന് എടുക്കുന്നത്. ആദ്യം ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആയതിനു ശേഷം മാത്രം അടുത്ത മുട്ട ചേർത്താൽ മതി. നമ്മൾ നന്നായി ബീറ്റ് ചെയ്യുന്നതിലാണ് കേക്കിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2 മുട്ടയും ചേർത്തിട്ടുണ്ട്. രണ്ടും നന്നായി ബീറ്റ് ചെയ്ത് നന്നായി മിക്സ് ആയതിന് ശേഷം 1 കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം. അപ്പം സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. വെളിച്ചെണ്ണയൊന്നും ചേർക്കണ്ട. ഇപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് വീണ്ടും നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. മിക്സിയിലാണെങ്കിലും ഇതേപോലെ ഓരോരോ സാധനങ്ങൾ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് തന്നെ എടുക്കണം. അതിനുശേഷം വാനില എസൻസ് 1 ടീസ്പൂൺ ചേർക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബട്ടർ മിൽക്കും കൂടെ ചേർക്കാം. ബീറ്റർ 1-ലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. അധികം സ്പീഡിലൊന്നും ആക്കണ്ട. 1-ലിട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും നന്നായി ബീറ്റ് ആവുന്ന പോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സിംഗ് ഒക്കെ ഒരുവിധം ബാറ്ററിൻ്റെ റെഡിയായി. ഇനിയിപ്പോൾ ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇത്രയും ബീറ്റ് ചെയ്ത് നന്നായി ഫ്ലഫി ആയി വന്നു കഴിഞ്ഞാൽ നമുക്കിത് ബീറ്റർ നീക്കി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു സ്പാറ്റുല എടുത്തിട്ട് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നന്നായി അരിച്ച് വെച്ചിട്ടുണ്ട്.
അത് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പൊടികൾ ചേർക്കുമ്പം ബീറ്റർ ഉപയോഗിക്കേണ്ട, വെറുതെ ഇതുപോലെ സ്പൂൺ വെച്ച് ഇളക്കിയെടുത്താൽ മതി. കുറേശ്ശെ ഇട്ടിട്ട് വേണം ഇളക്കാനായിട്ട്. അത് ഒന്നിച്ച് തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കട്ട പിടിച്ച് കിടക്കും പൊടികൾ അവിടെ ഇവിടെ ആയിട്ട്. അതുകൊണ്ട് കുറച്ച് പൊടിയിട്ട് ഇളക്കി നന്നായി അലിഞ്ഞതിന് ശേഷം ബാക്കി പോർഷൻസ് ഇടാം. നന്നായി മിക്സ് ചെയ്ത് അലിയിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ഓറഞ്ച് കളറിന് ഒരു ഓറഞ്ചിൻ്റെ കളർ ചേർത്ത് കൊടുക്കാം. ലിക്വിഡ് കളറാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇത് കേക്കിൽ ഉപയോഗിക്കുന്ന കളർ തന്നെയാണ്, ഓറഞ്ച് റെഡാണ് ഈ കളറ്. ഇതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. ആദ്യം ഒരു സ്പൂൺ ഒഴിച്ചു, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അടുത്ത സ്പൂൺ ഒഴിച്ചു. ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഓറഞ്ച് കളറിന് പകരം ബ്ലൂവോ ഗ്രീനോ ഇഷ്ടമുള്ള ഫുഡ് കളർ കിട്ടും. അപ്പോൾ അത് ആ കളേഴ്സ് ചേർക്കുകയാണെങ്കിൽ ആ കളറിലുള്ള കേക്കായിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ഏത് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ഓറഞ്ച് കളർ ചേർത്തുന്നേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാനിവിടെ 2 ടൈപ്പിൽ ചെയ്യുന്നുണ്ട്, ഓവനിലും കുക്കറിലും ചെയ്യുന്നുണ്ട്. അതിനായി 2 പാത്രമാണ് എടുത്തിരിക്കുന്നത്. രണ്ടും ഒരേ അളവുള്ള ബേക്കിംഗ് ട്രേകളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും നമ്മൾ ഒരു കേക്കായിട്ട് ഒന്നിച്ച് ബേക്ക് ചെയ്തിട്ട് എടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് സാധാരണ എല്ലാവരും ചെയ്യുക. ഞാനിപ്പം ഇത് ഓവനിലും കുക്കറിലും എങ്ങനെയാണ് ബേക്ക് ചെയ്യാമെന്ന് ഇത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം 2ആക്കി ബേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം ഒരെണ്ണം ഇതുപോലത്തെ ഒരു പാത്രമാണ്. അത് ബട്ടർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ പുരട്ടിയതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് തട്ടിയെടുക്കുകയാണ് എല്ലാ സ്ഥലത്തേക്കും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ഇനിയിപ്പം അടുത്തത് ഒരു പേപ്പറിൻ്റെ ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് പിന്നെ ഒന്നും പുരട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് നമുക്ക് തന്നെ വിട്ടു കിട്ടും. ഇനി ഈ മാവിനെ 2ആയിട്ട് പകുതിയായിട്ട് 2 പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇപ്പം വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ച് ഒന്നിച്ച് ബേക്ക് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇത് 2ആക്കി ചെയ്യുന്നതേ ഉള്ളൂ. ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് നന്നായി ടാപ്പ് ചെയ്ത് ഇതിൻ്റെ എയർ ഹോൾസ് ഒക്കെ കളയണം. ഇതുപോലെ ടാപ്പ് ചെയ്ത എയർ ഹോൾ എല്ലാം കളയണം. എയർ ഹോൾ ഉണ്ടെങ്കിൽ കേക്ക് പൊട്ടിപ്പോകും, വിണ്ടു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതുപോലെ നന്നായി ടാപ്പ് ചെയ്യണം. ഇനി ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഓവൻ 170 ഡിഗ്രിയിൽ 5 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തു. അതിനുശേഷം 170 ഡിഗ്രിയിൽ തന്നെ 15 മിനിറ്റാണ് ഞാനിവിടെ ബേക്ക് ചെയ്യുന്നത്. ഞാനിപ്പം ഹാഫ് പോർഷനേ മാവുള്ളൂ, അതുകൊണ്ട് എനിക്ക് 15 മിനിറ്റ് കൊണ്ട് തന്നെ ബേക്കായി കിട്ടി, ശരിക്കും വെന്ത് കിട്ടി. അല്ലെങ്കിൽ ഇത് ഫുൾ മാവ് നമ്മൾ ഇതിൽ ഫുൾ ബാറ്റർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 30-35 മിനിറ്റ് എടുക്കും ഇത് വെന്ത് കിട്ടാനായിട്ട്. ഒരു 30 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്തിട്ട് അതെടുത്ത് ഒരു ചെറിയ സ്റ്റിക്ക് വെച്ചിട്ട് കുത്തി നോക്കി വെന്തിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ കൊടുക്കാം. എനിക്കിപ്പോൾ ശരിക്കും 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ശരിക്കും വെന്ത് കിട്ടി. ഇനി അതേപോലെ തന്നെ കുക്കർ ഒന്ന് ചൂടാക്കാൻ വെക്കാം. കുക്കർ ഒരു പ്രീഹീറ്റിന് ഒരു 5 മിനിറ്റ് വെച്ചു. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചെറിയ സ്റ്റാൻഡ് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കണം. നമ്മുടെ പാത്രം ഡയറക്റ്റ് കുക്കറിലേക്ക് വെക്കരുത്, അടി കരിഞ്ഞു പോവും. അതുകൊണ്ട് ഇതുപോലെ ഒരു ചെറിയ സ്റ്റാൻഡ് വെച്ചതിന് ശേഷം അത് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് നമ്മുടെ കേക്ക് ട്രേ അതിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഏറ്റവും സിമ്മിൽ വേണം ഇടാനായിട്ട്. ഏറ്റവും സിമ്മിലിട്ടിട്ട് ഇത് അടച്ച് ഇതിന് മുകളിലൊരു വെയിറ്റ് കയറ്റി വെക്കണം. ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു 25 മിനിറ്റോളം എടുത്തു. ഏകദേശം ഒരു 15-20 മിനിറ്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്ത് ഒന്ന് ചെറുതായി കുത്തി നോക്കുക, അത് ക്ലീനായി വരുന്നുണ്ടോയെന്ന്. അതിൽ മാവ് പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൊടുക്കുക. ഇപ്പം എനിക്കിത് 25 മിനിറ്റ് എടുത്തിട്ടാണ് വെന്ത് കിട്ടിയത്.
നമ്മൾ മൊത്തം മാവ് ഒന്നിച്ച് ബാറ്റർ ഒന്നിച്ച് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു 40-45 മിനിറ്റ് എന്തായാലും ഇതിൽ വേകാനായിട്ട് എടുക്കും. ഇനി കേക്ക് നന്നായി ആറിയതിന് ശേഷം മാത്രം അതിൽ നിന്ന് ഇളക്കി എടുക്കാൻ പാടുള്ളൂ പാത്രത്തിൽ നിന്ന്. നമുക്കത് പുറത്തിറക്കി വയ്ക്കാം, എന്നിട്ട് അത് ആറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് ഒരു ഷുഗർ സിറപ്പാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു 4 ടീസ്പൂൺ പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് ചൂടാറണം. അപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡിയാവും. ഞാനിവിടെ പൊടിച്ച പഞ്ചസാര എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഇട്ടതാണ്, അല്ലെങ്കിൽ സാധാരണ പഞ്ചസാര ഇട്ടാൽ മതി. 1 കപ്പ് വെള്ളം കൂടെ ഒന്ന് തിളപ്പിക്കുക, എന്നിട്ട് ചൂടാറ്റി എടുക്കുക. ഇപ്പോൾ കേക്കിലൊഴിക്കാനുള്ള ഷുഗർ സിറപ്പ് തയ്യാറായി. ഇനി കേക്ക് നന്നായി ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഇളക്കിയെടുക്കാം. രണ്ട് കേക്കും നല്ല സ്പോഞ്ച് പോലെ സോഫ്റ്റായി തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാം ഐസിങ് വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഒരു കേക്കായിട്ടാണ് ഉണ്ടാക്കിയെടുത്തതെങ്കിൽ ഇതിൻ്റെ നടു മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു കേക്കിൻ്റെ മോൾ ഭാഗം കുറച്ച് നമ്മൾ ഓവനിൽ വെച്ച് കേക്കിൻ്റെ മോൾ ഭാഗം ചെറുതായി ഒന്ന് ഹാർഡാവും. ആ മോൾ ഭാഗം ഒന്ന് ചെത്തി മാറ്റിയെടുക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ഇതിലേക്ക് സെറ്റ് ചെയ്യണേ നോക്കാം. വിപ്പിംഗ് ക്രീം എപ്പോഴും ബീറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ ലൂസായിട്ട് വേണം ബീറ്റ് ചെയ്യാൻ എടുക്കാനായിട്ട്. വിപ്പിംഗ് ക്രീം ഒരിക്കലും ഫ്രീസറിൽ നിന്ന് എടുത്ത് ബീറ്റ് ചെയ്യരുത്, അത് ഒരിക്കലും സെറ്റായി കിട്ടില്ല. അപ്പോൾ നമ്മൾ എപ്പോൾ വിപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് മുന്നേ 2-3 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ഇതേപോലെ ലിക്വിഡ് ഫോം ആവണം. എന്നിട്ട് അതൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇവിടെ ബീറ്റ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്യേണ്ടി വരും. 1-ലിട്ടിട്ട് ബീറ്റ് ചെയ്താൽ മതി. ബീറ്റർ 1-ലിട്ടിട്ട് മെല്ലെ മെല്ലെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലേക്കും നന്നായി ബീറ്റ് ചെയ്യണം. എല്ലാവരും പറയുന്ന ഒരു പരാതിയാണ് വിപ്പിംഗ് ക്രീം തിക്കായി വരുന്നില്ല, എപ്പോഴും ലൂസായിരിക്കുന്നു എന്ന്. അങ്ങനെ ലൂസായി കഴിഞ്ഞാൽ കേക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല, ഡെക്കറേറ്റ് ചെയ്യാനും പറ്റില്ല. അപ്പം വിപ്പിംഗ് ക്രീം തിക്കായി കിട്ടാനുള്ള ഒരു ക്ലൂ ആണ് നന്നായി ലൂസായിട്ടുള്ള ക്രീം വേണം ബീറ്റ് ചെയ്യാനായിട്ട്. നല്ല പാല് പോലെ ഒഴുകണ ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നല്ല തിക്കായിട്ട് വരും. ഒരു 10 മിനിറ്റ്, ഒരു 2 കപ്പ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യാൻ 10 മിനിറ്റ് എന്തായാലും എടുക്കും. ശരിക്കും ടൈം വെച്ച് ബീറ്റ് ചെയ്തോളൂ. 1-ലിട്ടിട്ട് എല്ലാ ഭാഗത്തുനിന്നും ഒരേപോലെ ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ചെറുതായി ബീറ്റർ ഒന്ന് കുടഞ്ഞ് നോക്കുമ്പോൾ താഴെ വീഴാൻ പാടില്ല. നന്നായി തിക്കായിട്ടിരിക്കണം. അതാണ് നമ്മുടെ കൺസിസ്റ്റൻസി. ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബേസ് എടുക്കാം. ഞാനിപ്പോൾ ഒരു ടേൺ ടേബിളിലാണ് ഈ ബേസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ശരിക്കും ടേൺ ചെയ്ത് അതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ബേസിൽ ആദ്യം തന്നെ കുറച്ച് ക്രീം പരട്ടി കൊടുക്കാം. ഇത് നമ്മുടെ കേക്ക് ഒട്ടി പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്ന ആ കേക്ക് വെച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിക്കണം. എൻ്റെ വീഡിയോയിൽ അത് വിട്ടുപോയി. കുറച്ച് ഷുഗർ സിറപ്പ് ഒരു 3-4 ടീസ്പൂൺ എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നല്ല തിക്കായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്രീം ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കണം. ക്രീം നല്ല തിക്കാണെങ്കിൽ മാത്രമേ ഇതുപോലെ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളിത് വെക്കുമ്പോഴേക്കും അതങ്ങോട്ട് ഒഴുകി പോകാൻ ചാൻസ് ഉണ്ട്. നല്ല തിക്കിൽ വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മറ്റേ പകുതി കേക്ക് കൂടെ വെച്ച് കൊടുക്കാം നമുക്ക്. ഇപ്പം ഞാനിവിടെ 2 കേക്കായി ചെയ്തുകൊണ്ട് എനിക്ക് കട്ട് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഒരേ കേക്ക് ഒന്നിച്ച് ചെയ്യുന്ന ആൾക്കാർ ഇത് 2ആക്കിയോ അല്ലെങ്കിൽ 3ആക്കിയോ മുറിച്ചതിന് ശേഷം ഇതേപോലെ ലെയർ ചെയ്യാവുന്നതാണ്. ഇനി മറ്റേ ലെയറിൻ്റെ മുകളിലും ഇതേപോലെ ഷുഗർ സിറപ്പ് നമ്മൾ തയ്യാറാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കണം. ഷുഗർ സിറപ്പ് ഒഴിച്ചാലാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. എല്ലാ ഭാഗത്തേക്കും കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും ക്രീം വയ്ക്കാം. ഇനി നമുക്കിപ്പോൾ ലെയർ ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് ഈ ക്രീം വെച്ചിട്ട് നന്നായി അത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ വിചാരിക്കുന്ന നമ്മളുടെ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം നമുക്ക്. അതിന് തന്നെ ക്രീം വെച്ചിട്ട് ഇതിനെല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കണം. താഴെ നിന്ന് കവർ ചെയ്ത് മുകളിലേക്ക് എടുക്കുകയാണ് നല്ലത്. അപ്പോഴാണ് അത് എളുപ്പത്തിൽ ഷേപ്പായി കിട്ടാനായിട്ട് എളുപ്പം.
ഇനി നമുക്കൊരു കോൺ കവറിലേക്ക് ഇതുപോലെ ഒരു ടിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ഷേപ്പിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഇത് ക്രീം ഇടാനായിട്ട് എളുപ്പത്തിന് ഒരു ഗ്ലാസ്സിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് വേഗം ക്രീം ഇടാൻ പറ്റും. ക്രീം നിറച്ചതിന് ശേഷം ഇതിൻ്റെ ടിപ്പ് മുറിച്ച് കളഞ്ഞാൽ മതി, ടിപ്പുള്ള കവറ്. അപ്പോൾ നല്ല ഭംഗിയിൽ നമ്മുടെ ആ അച്ചിൻ്റെ പോലെ തന്നെ ക്രീം പുറത്തേക്ക് വരും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇത് വരച്ചു കൊടുക്കാം. നമുക്കിഷ്ടമുള്ള പൂക്കളും ഡിസൈൻസും എല്ലാം കേക്കിൻ്റെ മുകളിൽ ചെയ്യാൻ പറ്റും. പലതരത്തിലുള്ള ഇതുപോലെ ഷേപ്പുള്ള ടിപ്പുകൾ നമുക്ക് ഈ ഇതിൻ്റെ ബേക്ക് ഹൗസിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ഇഷ്ടമുള്ള ടിപ്പ് വാങ്ങി കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ഡിസൈനിൽ ഇതുപോലെ വരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ കേക്കിൻ്റെ മോൾ ഭാഗം കുറച്ച് ഹാർഡായതുകൊണ്ട് ചെത്തി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസൈൻ ചെയ്യുന്നത്. അതൊന്ന് ചെറുതായി ചൂടാക്കി സ്റ്റവിൻ്റെ മുകളിൽ ചെറിയൊരു പാനിലിട്ടിട്ട് എന്നിട്ട് അതൊന്ന് പൊടിച്ചു. കൈ കൊണ്ട് തന്നെ വെറുതെ ഒന്ന് പൊടിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ പൊടി പൊടിയായിട്ട് കിട്ടും. അതുകൊണ്ട് ഈ സൈഡിലൊക്കെ ഒന്ന് വെറുതെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല ഭംഗിയായിട്ട് ഓറഞ്ച് കളർ കിട്ടും. ഇതിൻ്റെ മോൾ ഭാഗത്തും കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം. പേര് എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പേര് എഴുതാം, അല്ലെങ്കിൽ ഇതോ പൊടി വെച്ച് തന്നെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഇതുപോലെ ഈ ബീറ്റ് ചെയ്തെടുത്ത വിപ്പിംഗ് ക്രീമിൽ കുറച്ച് കളർ ചേർക്കുകയാണെങ്കിൽ ഓറഞ്ച് കളറുള്ള ക്രീമിൽ നമുക്കിത് വേണമെങ്കിൽ ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഒരു കളറിൽ ചെയ്തേ ഉള്ളൂ. ഇനി ഇതുമ്പോൾ പൂവ് വെച്ചിരിക്കുന്ന ആ പൂവുകളുമ്പോൾ കൊള്ളാതെ മുകൾ ഭാഗത്ത് മാത്രം ചെറുതായി ഈ പൊടിയൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഓറഞ്ച് ഫോറസ്റ്റ് ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, വളരെ ടേസ്റ്റിയാണ്. ഞാനിതൊരു ബർത്ത്ഡേക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കഴിച്ച് നോക്കിയിട്ട് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് ട്രൈ ചെയ്യാം. വളരെ ടേസ്റ്റിയായ കേക്കാണ്. Thank you.